ദേശീയപാത ഉദ്ഘാടന വിവാദത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ അധിക്ഷേപിച്ച് ബി.ജെ.പി. നേതാക്കൾ. മുഖ്യമന്ത്രിക്കൊപ്പം മരുമകനെയും ക്ഷണിക്കണമെന്ന നിയമമുണ്ടോ എന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളുടെ ചോദ്യം അതിരുവിട്ടു. മറുപടി പറയാൻ തന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ദേശീയപാത ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് വിവാദത്തിന് മൂർച്ച കൂട്ടി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നേർക്ക് ബി.ജെ.പി. നേതാക്കൾ അധിക്ഷേപ വർഷം ചൊരിഞ്ഞത്. മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്, ഇനി മരുമകനെ കൂടി ഉൾപ്പെടുത്തണോ എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ വിചിത്രമായ ചോദ്യം. മുഖ്യമന്ത്രിനെ വിളിച്ചു, ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. എന്നാൽ കുറെ കൂടി കടന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പ്രതികരിച്ചു. റിയാസ് പറയാനുള്ളത് അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ എന്ന് സുരേഷിന്റെ അധിക്ഷേപം. കേരളത്തിന്റെ പൊതുകാര്യത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. റിയാസും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വേദിയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം നേരത്തെ PMOയിൽ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ PMO അത് കൺസിഡർ ചെയ്യുമായിരുന്നു. മറുപടി പറയാൻ തന്റെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്ന പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. അവരെ അധിക്ഷേപിക്കാതെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രോട്ടോകോൾ വരെ ലംഘിച്ച് വകുപ്പ് മന്ത്രിയെ ചടങ്ങിൽ നിന്നൊഴിവാക്കി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടുത്തിയ നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വരും ദിവസങ്ങളിൽ ആളിക്കത്താൻ പോകുന്ന വിവാദവും മറ്റൊന്നായിരിക്കില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.